കാസർഗോഡിനടുത്തുള്ള ഉദുമയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഉൾനാടുകളുടെ കഥകൾ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. നമ്മൾ ലളിത് എന്നൊരു ഗംഭീര റിസോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ട ശേഷം അടുത്തതായിട്ട് താജ് റിസോർട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. കാസർഗോഡിൻ്റെ ഉൾനാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെയും കാണുന്നത് കാവുകളും ചെറിയ ക്ഷേത്രങ്ങളും ഒക്കെയാണ്. അങ്ങനെ പോയി ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആൽമര ചുവട്ടിൽ കാറ് നിർത്തി ഞാൻ അവിടെ ഇറങ്ങി. ഇത് ഇവിടുത്തെ പ്രശസ്തമായ ശ്രീ ചൂളിയാർ ഭഗവതി ക്ഷേത്രമാണ്. സ്വയംഭൂവായി ഉയർന്നു വന്ന മഹാദുർഗയാണ് ശ്രീ ചൂളിയാർ ഭഗവതി എന്നാണ് വിശ്വാസം. ശ്രീ ചൂളിയാർ ഭഗവതി തെയ്യത്തിൻ്റെ അമ്പലമാണിത്. ആ തെയ്യക്കോലം ആ മതിലിൽ തന്നെ ആലേഖനം ചെയ്തിരിക്കുന്നു. തൃക്കണ്യാലപ്പൻ്റെ ധാന്യപ്പുര ചുട്ടരിക്കാൻ തുനിഞ്ഞ കാർത്തവീരാസുരനെ വധിക്കാൻ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ലഭിച്ച ശൂലമേന്തിയ ഭഗവതിയാണ് ചൂളിയാർ ഭഗവതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ ചെറിയ മണ്ഡപങ്ങളും ആൽമരത്തറയും എല്ലാം കാണാം. അവിടെ നിൽക്കുമ്പോൾ കുറേ കുട്ടികൾ അവിടെയുണ്ട്. അവർക്ക് എൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം. അവരെ കൂടെ നിർത്തി ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഞാനും അതിൻ്റെ വീഡിയോ പകർത്തിയെടുത്തു. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് കരുതാവുന്ന ഒരു കൂറ്റൻ ആൽമരം, അതിൻ്റെ ചുവട്ടിൽ നിൽക്കുക രസകരമായിരുന്നു. കുറച്ച് നേരം നിന്നു അവിടെ. കാസർഗോഡിൻ്റെയും വടക്കൻ കണ്ണൂരിൻ്റെയും ഓരോ ഗ്രാമത്തിലും നിരവധി തെയ്യങ്ങളിങ്ങനെ നിറഞ്ഞാടുകയാണ്. അങ്ങനെ നമ്മൾ ഓടി താജ് ബേക്കൽ റിസോർട്ട് ആൻഡ് സ്പായുടെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും പച്ചപ്പിൻ്റെ ഒരു വ്യത്യസ്ത ലോകത്തിലേക്കാണ് ചെല്ലുന്നത്. കെട്ടുവള്ളത്തിൻ്റെ മേൽക്കൂര പോലെയാണ് സെക്യൂരിറ്റിയുടെ ഓഫീസ് പോലും. സെക്യൂരിറ്റി നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ തുറന്നു തന്നു. റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തുമ്പോൾ അവിടെയും മേൽക്കൂര കെട്ടുവള്ളത്തിൻ്റെ മേൽക്കൂര പോലെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഞാനീ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ ഈ റിസോർട്ട് ഹൗസ്ഫുള്ളാണ്. റിസപ്ഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുറി ചാർത്തിയും മാലയിട്ടും ഞങ്ങളെ അവിടെ സ്വീകരിച്ചു. അതിമനോഹരമായൊരു നിർമ്മിതിയാണ്. കയറി ചെല്ലുമ്പോൾ പ്രധാന ബിൽഡിങ്ങിനകത്തുകൂടെ തന്നെ വലിയൊരു ജലാശയമാണ്. അതിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ടാണ് പ്രധാന ബിൽഡിംഗ് തന്നെ. എത്ര മനോഹരമായൊരു കൺസെപ്റ്റാണ്. ജലഗ്രാമം പോലെ ഒരു റിസോർട്ട്. 2011 നിർമ്മിച്ച ഈ റിസോർട്ടിൻ്റെ ആർക്കിടെക്ട്സ് ഗ്രൗണ്ട്സ് കെൻറ്റ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. പെർത്ത്, ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള കമ്പനിയാണത്. ഓസ്ട്രേലിയൻ കമ്പനി ഒരു ബാലിനീസ് ശൈലിയും കേരളത്തിൻ്റെ തനതായ കെട്ടുവള്ളത്തിൻ്റെ മേൽക്കൂരയുടെ ശൈലിയും ഒക്കെ ചേർത്ത് പ്രാദേശികമായി ലഭ്യമായ വെട്ടുകല്ലും തടിയും ഒക്കെ ഉപയോഗിച്ചാണ് ഈ റിസോർട്ട് ഇവിടെ പണിതിരിക്കുന്നത്. കെട്ടുവള്ളത്തിൻ്റെ വളവരെയാണ് ഈ നടപ്പാതയുടെ മേൽക്കൂരയിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഈ മെയിൻ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ പ്രവർത്തിക്കുന്നത്. റെസ്റ്റോറൻറ്റിലും ബാറിലും ഒക്കെ കയറി നോക്കി. ഇതവരുടെ ബാറാണ്. 3 മണി കഴിഞ്ഞ സമയമായതുകൊണ്ടാവാം ബാറിൽ ആളുകളൊന്നുമില്ല. പക്ഷേ റെസ്റ്റോറൻറ്റിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ചിത്രീകരിക്കേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഈ ബാറിലേക്ക് വരികയായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന ബാറ് ഒരു കാഴ്ച തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പൂൾ ഏരിയയിലേക്ക് കടന്നു. ഇതാണ് അവരുടെ പൂൾ ഏരിയ. പൂളിൽ നിരവധി ആളുകൾ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വിശദമായിട്ട് ഷൂട്ട് ചെയ്തില്ല. വിശാലമായ ഒരു പുൽമേട്ടിലൂടെ നടന്ന് നമ്മൾ കാപ്പിൽ നദിയുടെ തീരത്തേക്ക് എത്തുകയാണ്. ഈ നദിയുടെ തീരത്ത് വരെ ഈ റിസോർട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റളവ്. നമ്മളിതിൻ്റെ ചുറ്റിലൂടെ നടന്നാൽ 4 കിലോമീറ്റർ നടക്കാവുന്ന അർത്ഥം. 32 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുകയാണ്. 70 മുറികളും റെസിഡൻഷ്യൽ സ്യൂട്ടും എല്ലാമായിട്ട്. കാപ്പിൽ നദിയാണ് മുന്നിൽ കാണുന്നത്. നദീതീരത്ത് ഒരു പെട്ടിക്കടയുണ്ട്, ചായക്കടയാണ്. വിശ്രമവേളകളിൽ ഒരു 2:30-3 മണി മുതൽ 5 മണി വരെ ഈ ചായക്കട പ്രവർത്തിക്കും. പാലങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചായ. ഞങ്ങളും നല്ലൊരു ചായ കുടിച്ചു, ചെറിയൊരു കടിയും കഴിച്ചു. നാട്ടിൻപുറത്തെ ഒരു തട്ടുകട കലാപരമായിട്ട് ഇവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. അതിമനോഹരമായൊരു ക്യാമ്പസാണ് ഈ 5 സ്റ്റാർ റിസോർട്ടിൻ്റേത്. 32 ഏക്കറും തെങ്ങിൻ തോപ്പുകളാണ്. പിന്നെ പുൽമേടുകൾ, ഒരു വശത്ത് നദി, അങ്ങേയറ്റത്ത് കടൽ. ഒരു ഇലക്ട്രിക് ബഗ്ഗി എത്തി. കേരളീയമായ ഈ നിർമ്മിതികളും
തനത് കേരളീയമായ ഈ പരിസരവും ഈ പ്രകൃതിയും എല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർക്ക് വളരെ ഇഷ്ടമാണ് ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് താമസിക്കാൻ. ഇത്ര ഒരു പച്ചപ്പ്, ഇത്ര ശുദ്ധമായൊരു പ്രകൃതി, ഇതാണ് കേരളത്തിൻ്റെ സമ്പത്ത്. ഇതിനെയാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ഇവിടെ നമ്മൾ കാപ്പിൽ നദിയുടെ കുറുകെ കടക്കുകയാണ് ഒരു പാലത്തിലൂടെ. ഇതിൻ്റെ മറുകരയിലും താജ് റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവിടെ പ്രസിഡൻഷ്യൽ സ്യൂട്ട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില കോട്ടേജുകളുണ്ട്. കൂടാതെ സ്പാ ഏരിയയും ഈ ഭാഗത്താണ്. സ്പായ്, ആയുർവേദ സെൻറ്റർ തുടങ്ങിയവയൊക്കെ ഈ ഭാഗത്തുണ്ട്. കൂടാതെ വിവാഹം പോലുള്ള ചടങ്ങുകളുടെ ഹോമം ഒക്കെ പോലുള്ള പരിപാടികൾ നടത്താനുള്ള ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. ഈ കാണുന്ന കെട്ടിടങ്ങളുടെ എല്ലാം മേൽക്കൂര ഒന്ന് ശ്രദ്ധിക്കുക. കെട്ടുവള്ളത്തിൻ്റെ മേൽക്കൂര പോലെയാണ് അതിൻ്റെ നിർമ്മിതി. ബഗിയിൽ നിന്നിറങ്ങി ഞങ്ങൾ സ്പായ്ക്കുള്ളിലേക്ക് നടന്നു. ഈ ആർക്കിടെക്ചറിന് മുഴുവൻ ഒരു തീമുണ്ട്. ഇത് കെട്ടുവള്ളത്തിൻ്റെ മേൽക്കൂരയും താഴെ ഭാഗം മോഡേണായ ഫെസിലിറ്റികളും. ഇതിനുള്ളിലെ ശില്പങ്ങളെല്ലാം ബാലി ദ്വീപിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടുത്തെ കലാകാരന്മാർ കൊത്തിയെടുത്ത ശില്പങ്ങളാണ് ഉദ്യാനത്തിലും തെങ്ങിൻതോപ്പിലും കെട്ടിടത്തിനകത്തും എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ ക്യാമ്പസിൻ്റെ പല വഴികളിലൂടെ ഞങ്ങൾ നടന്നു. ഇവിടെ ഒരു ഹോമകുണ്ടമുണ്ട്. ഇവിടെ വെച്ച് വിവാഹങ്ങൾ നടക്കുമ്പോൾ ഹോമം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോമകുണ്ടമാണ്. അതിമനോഹരമായ ആർക്കിടെക്ചറാണ്. ഈ മണ്ഡപത്തിന് താഴെയാണ് ഹോമകുണ്ടം. വിവാഹങ്ങൾ നടക്കേണ്ടി വരുമ്പോൾ, ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടക്കേണ്ടി വരുമ്പോൾ അതൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. ഇവിടെ വന്ന് താമസിക്കുക മാത്രമല്ല ആളുകൾ ചെയ്യുന്നത്. കോൺഫറൻസുകൾ, ഡെസ്റ്റിനേഷൻ മാര്യേജുകൾ, നിരവധിയായ ഇവൻറ്റുകൾ, ഇതെല്ലാം നടക്കാറുള്ള ഒരു റിസോർട്ടാണ്. ഇവിടെ 70 മുറികളാണുള്ളത്. അതിലേറ്റവും നിരക്ക് കുറഞ്ഞ മുറിയുടെ ഒരു രാത്രിയുടെ വാടക 20,000 രൂപയാണ്. ഏറ്റവും നിരക്ക് കൂടിയ പ്രസിഡൻഷ്യൽ സ്യൂട്ടിനാവട്ടെ 3,02,000 രൂപയാണ് ഒരു രാത്രിയുടെ വാടക. ഇതിനിടയിലുള്ള പ്രൈസ് റേഞ്ചിലാണ് മറ്റു മുറികളെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം അതിൻ്റെ 18% സർക്കാരിന് GST ആയിട്ട് കിട്ടിയാൽ തന്നെ എത്ര രൂപയാണ് ഓരോ ദിവസവും സർക്കാരിലേക്ക് ചെല്ലുന്നതെന്ന്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രസിഡൻഷ്യൽ സ്യൂട്ടിൻ്റെ മുന്നിലേക്കാണ്. അതിൻ്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇന്ന് ഗസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് കയറി ചിത്രീകരിക്കാൻ അതുകൊണ്ട് തന്നെ സാധ്യമല്ല. ഈ പ്രസിഡൻഷ്യൽ സ്യൂട്ടിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെയുള്ളവർ വന്ന് താമസിച്ചിട്ടുണ്ട്. VVIPകൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന ഒരു കോട്ടേജ്. ആ ഭാഗത്തു നിന്നും തിരിച്ച് പ്രധാന ക്യാമ്പസിലേക്ക് യാത്ര ചെയ്യണം. കാപ്പിൽ നദിയെ ഒരിക്കൽ കൂടി കുറുകെ കടന്നു. കാപ്പിൽ നദിയിൽ ചില കടവുകളൊക്കെ ഉണ്ട്. ബോട്ട് പിയറും ഒക്കെയാണ് അവിടെയുള്ളത്. അത് കടക്കുന്നതോടുകൂടി വലിയ പുൽമേടുകളിലേക്ക് എത്തുകയാണ്. ഇതിവിടുത്തെ ഒരു ആക്ടിവിറ്റി സെൻ്ററാണ്. പല ഇവൻറ്റുകളും കളികളും ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ ആക്ടിവിറ്റികൾക്കും എല്ലാം ഉള്ള സ്ഥലം. ക്ലബ് കാറുകൾ പല വഴികളിലൂടെ പോകുന്നു. കാരണം അതിവിശാലമായൊരു ക്യാമ്പസാണ്. നടന്നു തന്നെ എല്ലാ ഭാഗത്തേക്കും എത്താൻ കഴിയില്ല. പക്ഷേ ഇവിടെ ചില ബോർഡുകളുണ്ട്. കഴിവതും നിങ്ങൾ നടക്കണമെന്നും ക്ലബ് കാർ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾ ഈ ക്യാമ്പസിനകത്തൂടെ മുഴുവൻ ഈ ക്ലബ് കാറിലൊന്ന് പോകാൻ തീരുമാനിച്ചു. ഈ 70ഓളം കോട്ടേജുകൾ ഈ വിശാലമായ തെങ്ങിൻതോപ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കോട്ടേജുകളാണ്. ചില കോട്ടേജുകൾ 2 നിലയുള്ളവയാണ്. താഴെയും മുകളിലും മുറികളുള്ള കോട്ടേജുകൾ. ചിലത് ഒറ്റ നിലയുള്ള കോട്ടേജുകൾ. ചിലത് പൂൾ വില്ലകളുണ്ട്. അതൊക്കെ VVIPകൾക്ക് വേണ്ടിയുള്ളതാണ്. അതൊക്കെ വളരെ നിരക്ക് കൂടിയ കോട്ടേജുകളാണ്. അതിവിസ്തൃതമായൊരു പ്രദേശം, നല്ല പച്ചപ്പിൻ്റെ ഒരു ഭൂമി. ഇവിടെ വന്ന് ഒരാഴ്ച താമസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായി മനസ്സിനെ ഒരുക്കിയെടുക്കാനുള്ള ഒരു അവസരം തന്നെയാണത്. ഇവിടെ എന്തെങ്കിലും കുറച്ച് ദിവസങ്ങൾ വന്ന് താമസിക്കണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞാൻ ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. പ്രശാന്ത സുന്ദരമായൊരു സ്ഥലം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ, വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഇത്തരത്തിലെ റിസോർട്ടുകൾ എവിടെയാണ് നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്തത്? ഇത്തരമൊരു റിസോർട്ടിലെ ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ടിൽ നിന്ന് മാത്രം ഒരു രാത്രി 60,000 രൂപ സർക്കാരിന് ടാക്സ് കിട്ടുമെന്ന് പറയുമ്പോൾ കേരള സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സായി മാറേണ്ട പ്രധാന വ്യവസായം ടൂറിസവും ഇത്തരം ഹോട്ടലുകളും റിസോർട്ടുകളും തന്നെയല്ലേ എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതിലെ ഒരു മുറിയുടെ വാടകയിൽ നിന്ന് കിട്ടുന്ന ടാക്സാണ് 60,000 രൂപ ഒരു രാത്രിക്ക്. അപ്പോൾ ഇത്തരത്തിൽ എത്ര റിസോർട്ടുകളും ഹോട്ടലുകളും കേരളത്തിലുണ്ടാവുന്നോ അതനുസരിച്ച് സർക്കാരിൻ്റെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. നമ്മളുടെ കാശില്ലായ്മയുടെ പരാതികളും ആവലാതികളും ഇല്ലാതായിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടത് ഇത്തരം സംരംഭങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, വലിയ ഇത്തരം റിസോർട്ടുകൾ ഉണ്ടാവണം. വലിയ സമ്പന്നരെ ആകർഷിച്ച് കൊണ്ടുവന്ന്
അവരുടെ പണം വാങ്ങിയെടുക്കാൻ അത് സർക്കാരിനുള്ള ടാക്സായും നാട്ടുകാർക്കുള്ള തൊഴിലായും മറ്റുവിധ സൗകര്യങ്ങളായി മാറ്റാൻ ഇത്തരം വലിയ വലിയ റിസോർട്ടുകൾ വേണം. ഒപ്പം റെസ്പോൺസിബിൾ ടൂറിസം എന്ന ആശയത്തിലൂടെ ഗ്രാമീണ മേഖലയും നമ്മുടെ സാധാരണക്കാരും ഒക്കെ പങ്കാളികളായ ടൂറിസവും വളർത്തണം. അങ്ങനെ ഞങ്ങൾ ഓടി ബീച്ച് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. കടൽ തീരത്തെത്തിയിരിക്കുന്നു. മനോഹരമായ സ്വർണ്ണ മണലിൻ്റെ തീരം. ഈ ബീച്ചിലേക്ക് വൈകുന്നേരമാകുന്നതോടെ ഇവിടുത്തെ ഗസ്റ്റുകളെല്ലാം എത്തും. രാത്രിയിൽ ചില ഇവൻറ്റുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് ഈ ബീച്ച്. നിരവധി വിവാഹങ്ങളാണ് ഓരോ വർഷവും ഇവിടെ വെച്ച് നടക്കാറുള്ളത്. ഞങ്ങൾ താജ് റിസോർട്ടിൽ നിന്നിറങ്ങി അടുത്ത കാഴ്ചയിലേക്കുള്ള യാത്രയിലാണ്. ഈ താജിൻ്റെ 2 പ്രോപ്പർട്ടികൾ കൂടി ഈ ബേക്കൽ പരിസരത്ത് വരുന്നുണ്ട്. അതിലെ ഒരു പ്രോജക്റ്റിൻ്റെ പണി നിർമ്മാണ അവസാന ഘട്ടത്തിലാണ്. മറ്റൊന്നിനു വേണ്ടിയുള്ള സ്ഥലം ഏതാണ്ട് കണ്ടുവച്ച് കഴിഞ്ഞു. നമ്മളിനി ബേക്കൽ കോട്ട കാണാനുള്ള യാത്രയിലാണ്. അങ്ങോട്ട് പോകുമ്പോൾ അൽ ഫിത്ര പ്രീ സ്കൂളാണ് ഈ കാണുന്നത്. അതിനോടൊപ്പം ഒരു മസ്ജിദുണ്ട്, കേരളീയമായ ഒരു നിർമ്മിതി. അത് കഴിയുമ്പോൾ കൗതുക രൂപമുള്ള ചില വീടുകളും കാണാം വഴിയരികിൽ. ചൈനീസ് ശൈലിയിലുള്ള ഒരു വീട്. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്ക് ചെല്ലുകയാണ്. മെയിൻ റോഡ് എന്ന് പറയുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് റോഡാണ്. സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇതൊരു ബൈപ്പാസ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, നാഷണൽ ഹൈവേയുടെ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുന്നു. ഇത് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഇവിടെ കുറുമ്പ ഭഗവതിയാണ് പ്രതിഷ്ഠ. പല ദേവീക്ഷേത്രങ്ങളിലെയും പൊങ്കാല ഉത്സവത്തിന് സമാനമായി ഇവിടെ കലങ്കരിപ്പ് മഹോത്സവം നടക്കാറുണ്ട്. 2 രൂപത്തിൽ ഭഗവതി ഇവിടെ കുടിയിരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. മൂത്ത ഭഗവതിയായി ദുർഗയും ഇളയ ഭഗവതിയായി സരസ്വതിയും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാലക്കുന്നത്ത് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിനകത്ത് കയറി ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. പുറത്തു നിന്ന് ചിത്രങ്ങൾ പകർത്തി ഞങ്ങൾ യാത്ര തുടർന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ളത് ഈ കാസർഗോഡിൻ്റെ ഉൾഗ്രാമങ്ങളിലായിരിക്കും. ഓരോ 200 മീറ്റർ കൂടുമ്പോഴും നമ്മളൊരു ക്ഷേത്രം കാണും, ഒരു കാവ് അല്ലെങ്കിൽ ഒരു ക്ഷേത്രം. കോട്ടിക്കുളത്തെ തായത്ത് തറവാടും പിന്നിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ്. അടുത്ത കാലത്ത് പണിത പുറത്തെ നിർമ്മിതികൾ ക്ഷേത്രത്തിൻ്റെ പൗരാണിക ഭാവത്തെ കുറച്ചൊക്കെ കെടുത്തിക്കളയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അവിടെ ഒരിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഈ ക്ഷേത്രം ഇരിക്കുന്നത് തന്നെ കടൽ തീരത്താണ്. റോഡ് കഴിഞ്ഞാൽ കടലാണ്. അവിടെ തോണികൾ നിരത്തി വച്ചിരിക്കുന്നു. ഒരു ബീച്ചും അവിടെയുണ്ട്. ഈ കടൽ തീരത്തുള്ള ഒരു പാറക്കെട്ട് ക്ഷേത്രത്തിലെ പൂജകളൊക്കെ നടക്കുന്നൊരു സ്ഥലവും കൂടിയാണ്. നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു. ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരുമ്പോൾ ഒരാൾക്കൂട്ടം നടന്നു പോകുന്നത് കണ്ടു. അതൊരു തെയ്യമാണ്. അവിടെ ഒന്ന് വണ്ടി നിർത്താൻ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു. വണ്ടി നിർത്തി ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ കുറേ കുട്ടികളാണ് ആർപ്പ് വിളിച്ച് മുന്നേ വരുന്നത്. അതിൻ്റെ പിന്നിൽ തെയ്യം, ഗുളികൻ തെയ്യമാണ്. ഇവിടുത്തെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തെയ്യമാണ്. കുരുത്തോല കൊണ്ട് ദേഹം മൂടുന്ന വസ്ത്രം ധരിച്ച് 2 കൈയിലും തീപ്പന്തവുമായി വരുന്ന ഗുളികൻ തെയ്യം. ഞാൻ കുറേ നേരം തെയ്യത്തിന് പിന്നാലെ നടന്നു. മനു പണിക്കരാണ് തെയ്യം വേഷം കെട്ടി ആടുന്നത്. ഏറ്റവും ലളിതമായ തെയ്യങ്ങളിലൊന്നാണ് ഈ ഗുളികൻ തെയ്യം. തെയ്യം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. കുട്ടികൾ തെയ്യത്തിന് ചുറ്റും കൂടിയിട്ടുണ്ട്. അവർ ചുറ്റും നിന്ന് ആർപ്പ് വിളിക്കുന്നു. ഒപ്പം ക്ഷേത്രത്തിൽ നിന്ന് കൂട്ടമണിനാദം ഉയർന്നു തുടങ്ങി. വ്യത്യസ്തമായൊരു അനുഭവമാണിത്. ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ചെന്നു. ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്തേക്ക് കയറി. ശ്രീകോവിലിന് ചുറ്റും തെയ്യം ഒന്ന് വലം വെച്ചു. കുട്ടികൾ ആർപ്പുവിളിയും കൂവലും ഒക്കെ ആയിട്ട് ചുറ്റുമുണ്ട്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെയ്യത്തിൻ്റെ പ്രകടനം നേരിട്ട് കാണുന്നത്. ടെലിവിഷനിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാനൊരു ക്ഷേത്രത്തിനകത്ത് വെച്ച് യഥാർത്ഥ തെയ്യത്തെ നേരിട്ട് കാണുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ആ കാഴ്ചകളെല്ലാം ഞാൻ പകർത്തിയെടുത്തു. ഗുളികൻ തെയ്യം ശ്രീകോവിലിനെ ഒന്ന് ചുറ്റി വന്ന് ഭഗവതിയെ തൊഴുതു. അവിടെ നിന്ന് ചൂട്ടുകറ്റ ഒന്നുകൂടി ആളി കത്തിച്ചു. ഇനി പുറത്തേക്ക് നടക്കുകയാണ്.
ഈ കാസർഗോഡ് തന്നെ ഏകദേശം 456 തെയ്യക്കോലങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഏതാണ്ട് 112 എണ്ണവും വളരെ പ്രധാനപ്പെട്ടവും പ്രശസ്തവുമാണ്. അതിലെ ചിലത് പുലിയൂർ കാളി, പുള്ളിക്കാരിയും കാളി, പുലികണ്ഠൻ, മരപ്പുലി, കണ്ടപ്പുലി, പുലിമാരുതൻ, പാടാർകുളങ്ങര ഭഗവതി, കരിന്തിരി നായർ, കുറ്റിക്കോൾ തമ്പുരാട്ടി തെയ്യം, ഇളയോർ തെയ്യം, മുത്തൂർ തെയ്യം, അങ്ങനെ നിരവധി തെയ്യങ്ങളുണ്ട് ഈ നാട്ടിൽ. വലിയൊരു പുരുഷാരൻ ക്ഷേത്രത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. തെയ്യം ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആളുകൾ വട്ടത്തിൽ കൂടി നിന്ന് അഗ്നിയെ ഒഴിയുന്നു. ചിലർ അതിൽ നമസ്കരിക്കുന്നു, മറ്റു ചിലർ അതിലേക്ക് എണ്ണ പകരുന്നു. ആളുകൾ കൊച്ചുകുട്ടികളുമായി തന്നെ വട്ടത്തിൽ കൂടിയിരിക്കുന്നു. തെയ്യം ഇനി തിരിച്ചു യാത്രയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും തീ വണങ്ങാനുള്ള അവസരം കൊടുത്തു, തീ ഒഴിയാനുള്ള അവസരം കിട്ടി. ഈ നാട്ടിലെ പ്രശസ്തരായ മറ്റു ചില തെയ്യങ്ങളുണ്ട്. ഇളയോർ തെയ്യം, മുത്തൂർ തെയ്യം, വണ്ണത്താൻ, ചുഴലി ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, കോടോത്ത് ചാമുണ്ടി, ദണ്ഡിങ്കനാഥ ഭഗവതി, പാടാർകുളങ്ങര ഭഗവതി, അങ്ങനെ പലതും. ഇത് ബാബുവാണ്. ബാബു ഒരു തെയ്യം കലാകാരനാണ്. ഈ ഗുളികൻ തെയ്യം വന്നപ്പോൾ കൂടെ വന്നതാണ്. ബാബു ഈ നാട്ടുകാരൻ തന്നെയാണ്. ബാബു കുറച്ചു നേരം വിശേഷമൊക്കെ പറഞ്ഞങ്ങനെ നിന്നു. ബാബുവിൻ്റെ കഥകൾ. തെയ്യം വേഷം കെട്ടാത്തപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ബാബു. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ബേക്കൽ പുഴയുടെ കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങകലെ താജിൻ്റെ പുതുതായി പണിത് വരുന്ന റിസോർട്ട് കാണാം. താജിൻ്റെ ബേക്കലിലെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണത്. ഇനി ബേക്കൽ പ്രദേശത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പ്രശസ്തമായ ബേക്കൽ കോട്ട. ഇനി അവിടേക്കാണ് പോകുന്നത്. ഹൈവേയിൽ നിന്നൊരു ചെറിയ കുന്ന് കയറി ചെല്ലുന്നിടത്താണ് കോട്ട. വെട്ടുകല്ല് കൊണ്ട് പണിത പുരാതനമായ കോട്ട. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്ന് ഇതാണ്. ഏറ്റവും ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും ബൃഹത്തായ കേരളത്തിലെ കോട്ടയാണ് ബേക്കൽ കോട്ട. കോട്ടയുടെ ആദ്യത്തെ കവാടം കടന്ന് നമുക്ക് കാറിൽ പോകാം. ധാരാളം ആളുകൾ വൈകുന്നേരം അവിടെ എത്തുന്നുണ്ട്. ഇതെല്ലാം നാട്ടുകാർ തന്നെയാണ്. വിദേശികളായ ടൂറിസ്റ്റുകളെയൊക്കെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ശ്രീ മുഖ്യപ്രാണ ക്ഷേത്രമാണ്. ഈ കോട്ടയോട് ചേർന്ന് തന്നെ കോട്ടയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സമയം 5:30 6 മണി വരെ കോട്ടയ്ക്കകത്ത് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ധൃതിയിൽ ഞാൻ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു. 100 കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ കോട്ടയ്ക്കകത്തേക്ക് എത്തുന്നത്. കൂടുതലും നാട്ടുകാർ തന്നെ. ചിലരൊക്കെ അന്യ ജില്ലകളിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ട്. പക്ഷേ ബേക്കൽ പ്രദേശത്ത് എത്തുന്ന ആളുകൾ നിർബന്ധമായിട്ടും എത്തുന്ന ഒരു സ്ഥലമാണ് ബേക്കൽ കോട്ട. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിമനോഹരമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഈ കോട്ടയെ. കോട്ടയിലെ ഒരു നിരീക്ഷണ ഗോപുരമാണ് അങ്ങ് അകലെ കാണുന്നത്. അവിടെ പീരങ്കി പൊത്തുകളും കാണാം. ആ പീരങ്കി പൊത്തുകളിലൂടെ പുറത്തേക്ക് പീരങ്കി ചൂണ്ടി നിർത്തിയിരുന്നു ദീർഘകാലം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്താണ് ഈ കോട്ടയുടെ ആദ്യ രൂപം ഇവിടെ നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം. തെക്കൻ കർണാടകത്തിലെ ഒരു രാജവംശമായിരുന്നു കേളടി രാജവംശം. കേളടി രാജവംശത്തിലെ ശിവപ്പ നായകയാണ് ഈ കോട്ട പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കോലത്തിരി രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഈ കോട്ടയുടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട്. ആ ചരിത്ര നിർമ്മിതിയായ കോട്ടയുടെ അകത്തുകൂടെ സഞ്ചാരം തുടരുകയാണ്. ഇടയ്ക്കിടയ്ക്കെല്ലാം കൊത്തളങ്ങളുണ്ട്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൊത്തളങ്ങൾ. ഈ കൊത്തളങ്ങളിലെല്ലാം പൊത്തുകൾ കാണാം. പീരങ്കി പുറത്തേക്ക് ചൂണ്ടി നിർത്തിയിരുന്ന പൊത്തുകളാണത്. നിരവധി പീരങ്കികൾ ഇതിനകത്തുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. 12 മീറ്റർ ഉയരത്തിൽ വെട്ടുകൊല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കോട്ടയാണിത്. അവിടെ എല്ലാം ഇങ്ങനെ പീരങ്കി പൊത്തുകളുണ്ട്. കോട്ടയുടെ പ്രധാന നിർമ്മിതിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇത്തരം പല കൊത്തളങ്ങളിലെയും പൊത്തുകൾ കടലിന് അഭിമുഖമായിട്ടുള്ളതാണ്. അറബിക്കടലിലൂടെ കടന്നു വരാനിടയുള്ള ശത്രുക്കളെ കാത്ത് ഇവിടെ പീരങ്കികൾ നിരന്നിരുന്നിരുന്നു. ഈ കോട്ട വിജയനഗര സാമ്രാജ്യകാലത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു കോട്ടയായിരുന്നു. അന്ന് വളരെ പ്രാധാന്യമുള്ള സ്ഥലവുമായിരുന്നു കാസർഗോഡ്. ഞാൻ കോട്ടയുടെ കനത്ത ചുവര് ചേർന്ന് പടിഞ്ഞാറോട്ട് നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു കവാടത്തിലൂടെ ആളുകൾ കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും ഒക്കെ കാണാം. അതിലൂടെ ഇറങ്ങിയാൽ കടൽ തീരത്തേക്ക് എത്താം. ഈ കവാടമാണ് കടൽ തീരത്തേക്ക് തുറക്കുന്ന വാതിൽ. ഞാനും ആ കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി.
സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. രസകരമായ അന്തരീക്ഷം, നല്ല കാറ്റ്, മനോഹരമായ കാഴ്ചകൾ. താഴെ ഒരു നിരീക്ഷണ മട്ടുപ്പാവ് കാണാം. അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആ ഭാഗം കടലിനോട് വളരെ ചേർന്നാണ്. അവിടേക്കൊന്ന് പോകാൻ ഞാനും തീരുമാനിച്ചു. കടൽ തീരത്തെ മണൽപ്പരപ്പ് വരെ നീണ്ടുപോകുന്ന ഒരു പാതയുണ്ട്. സ്റ്റെപ്സ് ഇറങ്ങി നമുക്ക് വേണേൽ പോകാം. പക്ഷേ ഈ റാമ്പിലൂടെയുള്ള യാത്രയാണ് കൂടുതൽ രസകരം. 1763 ഹൈദരാലി ഈ കോട്ട പിടിച്ചടക്കി. പിന്നീട് ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി സ്റ്റേഷനായിട്ട് ഈ കോട്ട മാറി. 1799 ടിപ്പു കൊല്ലപ്പെട്ടതിന് ശേഷം ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തിയതിന് ശേഷം ഇതിൻ്റെ പതനം ആരംഭിച്ചു എന്ന് വേണേൽ പറയാം. ബ്രിട്ടീഷുകാർ ഈ കോട്ടയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ചരിത്രത്തിൻ്റെ സാക്ഷിയായ കോട്ടയും തീരവും കടലും. നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് കടൽ തീരത്തേക്കാണ്. അതിമനോഹരമായൊരു ബീച്ച്, സ്വർണ്ണ മണലിൻ്റെ ബീച്ചാണ്. കരീബിയൻ നാടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരം മനോഹരമായ ബീച്ച്. പാറക്കെട്ടുകളും പഞ്ചസാര മണലും എല്ലാം ചേർന്ന് മനോഹരമാക്കിയ ബീച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ ബീച്ചിനെ ഒന്നും വേണ്ട വിധത്തിൽ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം. ഈ കോട്ടയും ഇതിൻ്റെ ചരിത്രവും ഈ കടലും കടൽക്കാറ്റും പാറക്കെട്ടുകളും പഞ്ചസാര മണലും തെങ്ങിൻ തോപ്പുകളും എല്ലാം ചേർന്ന് ഈ പ്രകൃതിക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. ബേക്കലും കാസർഗോഡിൻ്റെ തീരങ്ങളും എന്തിനേറെ കേരളത്തിൻ്റെ മുഴുവൻ തീരപ്രദേശങ്ങളും അത്ഭുതാവഹമായ വളർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ പാറക്കെട്ട് ചില പ്രേക്ഷകർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. മണിരത്നത്തിൻ്റെ ബോംബെ എന്ന സിനിമയിൽ ഉയിരേ എന്ന പാട്ട് ചിത്രീകരിച്ച ഭാഗമാണിതൊക്കെ. ആ പാട്ടിലൂടെയാണ് ഇന്ത്യ മുഴുവൻ ഈ പ്രദേശം പ്രശസ്തമായി തീർന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചരിത്രം കൂടിയാണ്. ഈ കടലിലൂടെ എത്രയെത്ര ദേശക്കാരാണ് പായ്ക്കപ്പലുകളേറി കേരളത്തിൻ്റെ തീരത്തേക്ക് ഒരു കാലത്ത് വന്നെടുത്തിരുന്നത്. എത്രയെത്ര ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ തീരമാണിത്. എത്രയെത്ര യുദ്ധങ്ങൾ കണ്ട തീരം. കോട്ടയ്ക്കുള്ളിലൂടെ ഞാൻ വീണ്ടും നടക്കുമ്പോൾ എത്തിച്ചേരുന്നത് വലിയൊരു കുളത്തിനടുത്തേക്കാണ്. ഇത് ശരിക്കും ഒരു കുളമല്ല, ഒരു ജലസംഭരണിയാണ്. കോട്ടയ്ക്കകത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ട ജലത്തിൻ്റെ പ്രധാന സ്രോതസ് ഈ കുളമായിരുന്നു. അതിലേക്ക് ചെങ്കല്ലിൽ വെട്ടിയെടുത്ത പടവുകളുണ്ട്. അതിലൂടെ ഇറങ്ങിപ്പോകാം. ഈ കോട്ടയ്ക്കകത്ത് നിരവധി ആളുകൾ വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. കോട്ട ഉപരോധിക്കപ്പെട്ടാൽ അവർക്ക് വേണ്ട വെള്ളം കോട്ടയ്ക്കകത്ത് തന്നെ വേണം. ഇത്തരം കോട്ടകൾ പണിയുമ്പോൾ അതിനുള്ളിൽ ജലത്തിൻ്റെ ലഭ്യത വളരെ പ്രാധാന്യമേറുന്ന കാര്യമായിരുന്നു. വീണ്ടും നടക്കുമ്പോൾ നമ്മളൊരു തറ കാണുന്നു. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ദർബാർ ഹാളിൻ്റെ തറയാണ്, ഫൗണ്ടേഷനാണ്. അങ്ങേയറ്റത്തൊരു കെട്ടിടം കാണുന്നുണ്ട്. അത് കോട്ടയ്ക്കുള്ളിലെ ആയുധപ്പുരയായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. അങ്ങനെ നിരവധി നിർമ്മിതികൾ ഈ കോട്ടയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും നടന്നു ചെല്ലുമ്പോൾ നമ്മൾ ദീർഘാകൃതിയിലുള്ള ഒരു വലിയ കുഴി കാണുകയാണ്. ഇത് കുളമാണ്. ഇതിൻ്റെ പേര് കുതിരക്കുളം എന്നാണ്. കുതിരകൾക്ക് ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകാൻ കഴിയുന്ന കുതിരക്കുളം. ഈ കോട്ടയ്ക്കുള്ളിലെ ഉത്ഖനനത്തിലൂടെ നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി വീടുകളുടെ അസ്ഥിവാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിലെ കൊട്ടാരക്കെട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പലവിധ നിർമ്മിതികൾ. അതുകൂടാതെ ഇതിനകത്തൊരു കമ്മട്ടം ഉണ്ടായിരുന്നു, നാണയമടിക്കുന്ന ഒരു കമ്മട്ടം. മണി 6:15 ആളുകൾ ഇപ്പോഴും അകത്തേക്ക് കയറി വരുന്നുണ്ട്. കുറച്ചൊക്കെ വിട്ടുവീഴ്ച ഇവിടുത്തെ കാവൽക്കാർ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ കാറിൽ കയറി അവിടെ നിന്ന് യാത്രയാകുകയാണ്. ഒരു കിടങ്ങ് കടന്നു വേണം നമ്മൾ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. വഴിയിലേക്ക് ഇറങ്ങി. പ്രധാന പാതയാണ്, സ്റ്റേറ്റ് ഹൈവേ ആണ്. നേരെ ഇരുണ്ട് വരികയാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ബേക്കാച്ചി എന്നൊരു കഫേ ഇവിടെ കാണുന്നത്. അത് രസകരമായൊരു നിർമ്മിതിയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇത് അടുത്ത കാലത്ത് ആരംഭിച്ച ഒരു റെസ്റ്റോറൻ്റാണ്. ശരിക്കും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിക്കകത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തുരങ്കം പോലെയുള്ള ഒരു പാതയിലൂടെ വേണം അങ്ങോട്ട് പോകാൻ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാത ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് സ്കൂളും മറുവശത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു കോളനിയുമാണ്. അവരെ ശല്യപ്പെടുത്താതെ, അവരുടെ ശല്യം ഇങ്ങോട്ടുണ്ടാവാതെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് പോകാനുള്ളൊരു വഴിയാണ് ബുദ്ധിപരമായി ഉണ്ടാക്കിയിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൗണ്ടറുണ്ട്. ഒരു കൗണ്ടറല്ല, പല കൗണ്ടറുകൾ, വിവിധ വിഭവങ്ങൾ കിട്ടുന്ന കൗണ്ടറുകൾ. സെൽഫ് സർവീസാണ്. ഈ നാടിൻ്റെ തനത് വിഭവങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വിൽക്കുന്നത്. തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ലാത്തത് കൊണ്ടാവാം അധികം ആളുകൾ അവിടെ കണ്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് ഇറക്കിയിട്ട മേശകസേരകൾക്ക് സമീപം ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ കൗണ്ടറുകളിൽ വന്ന് നമ്മൾ സാധനം വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് പോകണം. അവിടെ ഒരു വശത്ത് കടലിൻ്റെ എരമ്പം കേൾക്കാം. അതിമനോഹരമായൊരു സ്ഥലമാണ്, നല്ലൊരു അനുഭവമാണ്. ആളുകൾ കടൽക്കാറ്റേറ്റും കഥ പറഞ്ഞും ഒക്കെ ആ മരബെഞ്ചുകളിൽ ഇരിക്കുന്നുണ്ട്. ആ മനോഹരമായ സന്ധ്യാനേരത്ത്
കുറേയേറെ സമയം ഞാനും അവിടെ ചെലവഴിച്ചു.